ഞാൻ മോളുടെ കേസ് ഹോസ്പിറ്റലിൽ ചോദിച്ചിരുന്നു. അപ്പോയിന്റ്മെന്റ് നെക്സ്റ്റ് മന്തിലേക്ക് ഫിക്സ് ചെയ്ത് നിങ്ങൾ ബാംഗ്ലൂരേക്ക് പോയിന്ന് പറഞ്ഞു. എന്നോട് പറയാതെ ഇങ്ങോട്ട് പോന്നല്ലേ? ഇപ്പൊ ലാൻഡ് ചെയ്തേ ഉള്ളോ? അതെ, പക്ഷെ നിങ്ങൾ എന്താ ഇവിടെ? മോളെ കാണാൻ വന്നതാ. കള്ളം പറയാതെ നിങ്ങളുടെ ആരാ ഇവിടെ ഉള്ളേന്ന് പറ. ഹായ് പ്രിയ. മുത്തശ്ശ സുഖമാണോ മോളെ? അതെ അതെ. എന്തു പറ്റി? നന്നായിട്ടില്ലേ? കച്ചടയായിട്ടുണ്ട്. മോള് ആരുടെയാ? എന്റെ മോള് ഏ? എന്റെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വന്നതാ. ഓ, ഞാൻ എന്തോ. എവിടെ മോളുടെ മകൻ? അതെ, നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ ഡോക്ടറാണെന്ന് മുൻപ് മീറ്റ് ചെയ്തിട്ടുണ്ടോ? എവിടെ വെച്ചാ കണ്ടേ? അവരൊക്കെ ആരാ? മനസ്സിലായില്ല. ഞാൻ അവളുടെ എന്റെ ഗ്രാൻഡ്ഫാദർ. മുത്തശ്ശന് മുത്തശ്ശി. ഓ, നമസ്കാരം മുത്തശ്ശി. നമസ്കാരം മുത്തശ്ശി. സത്യ പ്രായമുള്ളവരെ കണ്ടാല് കാലില് വീഴും. ഹെസിറ്റേറ്റ് ആവാതെ സത്യ പോ, ചെല്ല് കാലില് വീഴ്. ഞാനെന്തിനാ? നമസ്കാരം. അനുഗ്രഹിക്കണം മുത്തശ്ശ. വേണ്ട വേണ്ട മുത്തശ്ശി വേണ്ട. അനുഗ്രഹിച്ചാ. നിന്റെ മോൻ സൂപ്പർ. അറിയാം, ലവ് ചെയ്യാൻ പെർമിഷൻ തന്നിട്ടുണ്ട്. പൊയ്ക്കോളൂ. സാർ, ഇദ്ദേഹം ആരാ? അവൻ എന്റെ ബന്ധുവാണ്, സുന്ദരൻ. ഓ സാർ. ഹലോ സാർ. ഇവൻ നമ്മളെക്കാളും കുറച്ച് കാണാൻ കൊള്ളാം. സാറെന്താ വല്ലാതെ? എന്തെങ്കിലും ആവട്ടെ. ശരി മോനെ, പിന്നെ കാണാം. നല്ല പയ്യനാ, ഇറങ്ങാം മോളെ. നല്ല പെരുമാറ്റം. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ? നിങ്ങളുടെ ചിരി നന്നായിട്ടുണ്ട്. അത് കാണുന്നവർക്കൊരു പോസിറ്റീവ് എനർജിയാ. ബൈ പ്രിയ. मैं तुझे नहीं छोड़ूंगा സത്യ. അവൻ എന്റെ ബലിയാണ്. എന്താടാ പറഞ്ഞത്? സത്യ. വേറെ 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 എന്താ നീ പറഞ്ഞത്? പറ. സത്യ എന്റെ ബലിയാണെന്നാ. സത്യ എന്റെ ബലിയാണ്. അവനെ ഞാനല്ലാതെ വേറെ ആരും ടച്ച് ചെയ്യാൻ പാടില്ല. ഞാൻ ആരാണെന്നറിയോ നിനക്ക്? കിഷോർ. ACP കിഷോർ. ഏയ്, നീ എങ്ങനെ അകത്തായി? ആരെ കൊന്നിട്ട് അകത്തായി? ഏയ്, നീ എങ്ങനെ ഇവിടെ വന്നേ? റേപ്പ് ചെയ്ത് അകത്ത് വന്നല്ലേ? ദാ നിൽക്കുന്നത് കണ്ടില്ലേ? സുൽത്താൻ പാളയം കിങ്. നീ എങ്ങനെ അകത്തായത്? റൗഡിസം കാണിച്ചല്ലേ അകത്തായത്? പക്ഷെ ഞാൻ എങ്ങനെ അകത്തായത്? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ഈ അഴിക്കുള്ളിലേക്ക് വലിച്ചിടച്ചിട്ടത് അവനാ. സത്യ. അവനെന്റെ ബലിയാ. അവനെന്റെ ബലിയാ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് പ്രിയങ്കരനും ജനസമ്മതനുമായ, പ്രപഞ്ചത്തിലെ അനാഥരേവരും തന്റെ സ്വന്തമാണെന്ന് ഉൾക്കൊണ്ട് തന്റെ ചിലവിൽ അവർക്ക് ആശ്രമം നിർമ്മിച്ച് നൽകുകയും പാവപ്പെട്ടവർക്കായി സൗജന്യ ആശുപത്രി ഒരുക്കുകയും മറ്റ് ദാനധർമ്മങ്ങൾ നിർവഹിച്ചു പോന്ന ശ്രീ രാജരംഗനാഥ് അവർകളെ വിനീതമായി സ്വാഗതം ചെയ്യാം. ഇന്ന് ശ്രീ രാജരംഗനാഥ് അവർകൾ നിസ്വാർത്ഥരായ ഈ നാട്ടിലെ സാമൂഹ്യ സേവനം അനുഷ്ഠിക്കുന്നവരെ അനുമോദിക്കാൻ സമ്മാനദാനം നിർവഹിക്കുകയാണ്. ആദ്യമായി തായ്മാടി ആശ്രമത്തിൽ നിന്നും മിസ്റ്റർ സത്യ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ രാജാരംഗനാഥ് കുറച്ച് കുട്ടികൾക്ക് അനാഥ മന്ദിരം കെട്ടിക്കൊടുത്തത് കൊണ്ടേ വലിയ സമൂഹ സേവകനൊന്നും ആവൂല. ഇതൊക്കെ വെറും പൊളിറ്റിക്കൽ സെറ്റപ്പാണ്, വേറൊന്നും അല്ല. എന്റെ കൂടെ വരൂ സർ. എന്തിനാ സർ? സാർ വരൂ, ഞാൻ കാര്യം പറയാം. വരൂ. മൈക്ക്. നമസ്കാരം സർ.
താങ്ക് യു. നമസ്കാരം. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സുഹൃത്തിൻ്റെ പേര് രമേശ് എന്നാണ്. നിങ്ങളുടെ പേരെങ്ങനെ അറിഞ്ഞു ഞാൻ പറയാം സാർ. ഇദ്ദേഹത്തെ എന്തിനു കൊണ്ടുവന്നെന്നും പറയാം. സാർ അവിടെ ഇരുന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ മയക്ക് തരാം. സാർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം എല്ലാവരും കേൾക്ക ഉച്ചത്തിലൊന്ന് പറയും. ദാ. സാറ് ഭയം നിൽക്കുകയാണെന്ന് തോന്നുന്നു. കുറച്ച് മുന്നോട്ട് വരും. മുന്നോട്ട് നിൽക്കുക. സാറിന് ഭയം കൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയാം. സാർ അവിടെ ഇരുന്ന് പറയാണ്, രാജാ രംഗനാഥ് എന്നയാള് കേവലം 50ഓ 100ഓ അനാഥ കുട്ടികളെ നോക്കുന്നത് കൊണ്ട് ഒരു ലീഡറാണോ? ഇദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് ഇതൊക്കെ അതിൻ്റെ കളികളാണെന്ന്. ഞാനൊരു കഥ പറയാം. ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം നൽകി. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് അവരുടെ ഭർത്താവ് മിലിറ്ററിയിലുള്ളപ്പോൾ മരിച്ചുപോയി. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് ആ കുട്ടിയെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്ത് അവസാനം കല്യാണവും കഴിപ്പിച്ചു. ഇതുപോലുള്ള കഥ മുമ്പും കേട്ട് കാണും. ഇൻട്രസ്റ്റിംഗ് ഇനിയാണ് കേട്ടോ. വലിയവനായി കല്യാണവും കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യം ചെയ്ത് എന്താണെന്നറിയോ? കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ആ അമ്മയെ ആദ്യം വീട്ടിൽ നിന്ന് പുറത്താക്കി അനാഥയാക്കി. ആ അമ്മയുടെ പേര് പാർവതി അമ്മയെന്നാണ്. മകന്റെ പേര് രമേശ് എന്നും. എന്തെങ്കിലും ഓർമ്മയുണ്ടോ സർ? പാർവതി അമ്മ നമ്മുടെ വൃദ്ധാശ്രമത്തിലാണ് ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ പ്രചോദനം ഇദ്ദേഹമാണ്. നിങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു. ശരിയല്ലേ? നമ്മുടെ അമ്മയെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് സർ. രാജാ രംഗനാഥ് അവർ ചെയ്യുന്നത് സമൂഹ സേവയാണ് സർ. ഇദ്ദേഹം മാത്രമല്ല സർ. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഞങ്ങളുടെ ദൈവം നിങ്ങളാണ് സർ.